എന്നിട്ട് മുമ്പത്തെ കളിച്ചിട്ട് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, സെറ്റാണ്. സൗണ്ട് ക്വാളിറ്റി ഒക്കെ എല്ലാം ഇവിടെ തന്നെ അല്ലേ, സെറ്റാണ് എല്ലാം കിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം വരെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ? വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സിനിമ കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇങ്ങനെ ഒരു ആഘോഷിക്കേണ്ട പടമൊന്നുമില്ല. മീൻസ് ഷോർട്ട് മുംബൈക്ക് പോലെ ഭയങ്കര പാട്ട് ഡാൻസ് ഒന്നുമില്ല, ഒരു ഇമോഷണൽ ഡ്രാമ കോൺസെപ്റ്റാണ്. പക്ഷേ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 37 വർഷത്തിന് ശേഷം വന്നപ്പോഴും അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ആ സൗണ്ട് ക്വാളിറ്റിക്ക് അവർ നല്ല മികച്ചായിട്ട് മാക്സിമം എത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഉണ്ട്, സൗണ്ട് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി. ഇപ്പോൾ കണ്ടപ്പോൾ 4K കണ്ടപ്പോഴും കുഴപ്പമൊന്നുമില്ല, കഥയിൽ വ്യത്യാസമൊന്നുമില്ല. അന്ന് 1989 ഇറങ്ങിയപ്പോഴും ഞാൻ അന്ന് കിരീടം കണ്ടതാണ്. അന്ന് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അന്നും ഓട്ടോ ഓടിക്കേണ്ടി കയറിയത്. പക്ഷേ വേറെ വളത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇതുപോലൊരു കഥാപാത്രം ചെയ്യാൻ ലാലേട്ടനെ കൊണ്ടേ പറ്റൂ. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇതുപോലെ കഥാപാത്രം ഇപ്പോഴുള്ള ഫീൽഡിൽ വന്നിട്ടുള്ള ആരെ കൊണ്ടും പറ്റൂല. തിയേറ്ററിലെ സ്ക്രീനിൽ വീണ്ടും കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? 37 വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടതാണ്. ആ ഒരു ഫീലിംഗ് ഉണ്ട് ഇപ്പോഴും. 4K കൊള്ളാം. അതേ തനിമയോടെ എടുത്തോണ്ട് വലിയ സറൗണ്ടൊന്നും ഇല്ലാതെ അതേ തനിമയിൽ എടുത്തിരിക്കുക പടം. 35mm തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി അതേ ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ സറൗണ്ടിലൊന്നും എടുക്കാത്തതുകൊണ്ട് ആ പഴമ അതേപോലെ പുതുക്കി എടുത്തിരുന്നുണ്ട്. അതുകൊണ്ട് ആ പടത്തിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ട് പടത്തിന്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. അതെ കണ്ടിട്ടുള്ള ഫിലിമാണ്. പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ വേറെ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കരഞ്ഞു. ലൈഫിൽ ആദ്യമായിട്ടാണ് കിരീടം പടം ലൈഫിൽ ആദ്യമായിട്ട് കാണാനാണ് ഞാൻ. ക്ലൈമാക്സ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ, സീരിയസിനെ പടം കണ്ടിട്ടില്ല. ഇതായിരിക്കും ഡെസ്റ്റിനി ഫുള്ളായിട്ട് തിയേറ്ററിൽ കാണാൻ. ബ്രോ ഞാൻ കരഞ്ഞു പോയി. കാരണം ഓഫ് കോഴ്സ് സേതുവിന് മാത്രമല്ല ബ്രോ, ഞാൻ നോക്കിയപ്പോൾ മോഹൻലാൽ ഫ്രണ്ടിൽ ബാക്കി ആരും ഇല്ലല്ലോ. പുള്ളിനെ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ പഴയ സിനിമ ആണ് ഞാൻ കരഞ്ഞു. കാരണം ഒരു എല്ലാവരും പോലീസുകാരല്ലേ. നോക്കുമ്പോൾ മുരളിയില്ല, ഇവൻ്റെ പുള്ളിയില്ല, നമുക്ക് ആരുമില്ല. ഞാൻ ലാസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കണ്ടു. ലാസ്റ്റ് ക്ലൈമാക്സ് ഫ്ലാറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം കൂടെ ആയതുകൊണ്ട് ബ്രോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പുതിയ പടമല്ല, എന്നാലും ആദ്യമായിട്ട് പടം കണ്ടിട്ട് കരയുന്നത്. പെർഫെക്റ്റ് റിസ്റ്റോറേഷനാണ്. 2-3 സീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ക്ലാസിക് മൂവി ഒന്നും പറയാനില്ല, കാരണം ഇമോഷണൽ ആയ പല സീൻസൊക്കെ. ഇല്ല കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ എനിക്കൊന്ന് കേരളോത്സവം പ്രമാണിച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കൽ ഗംഭീരമായിരുന്നു, വളരെ മികച്ച.